നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും ഇന്ത്യൻ ടെന്നീസ് വനിതാ താരം സാനിയ മിർസയും തമ്മിൽ വിവാഹിതരായെന്ന അഭ്യൂഹങ്ങളോട് സാനിയ മിർസയുടെ പിതാവ് ഇമ്രാൻ മിർസ പ്രതികരിച്ചു. വാർത്ത വെറും അസംബന്ധമാണെന്നും ഷമിയെ സാനിയ കണ്ടിട്ട് പോലുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. സാനിയ മിർസയും മുഹമ്മദ് ഷമിയും തമ്മിൽ വിവാഹിതരായി എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ ചിത്രം പ്രചരിച്ചതോടെയാണ് അഭ്യൂഹങ്ങൾ പരന്നത്. നിരവധി ആരാധകർ ഇവർക്ക് ആശംസ നേരുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ ഇവർ വിവാഹിതരായിട്ടില്ലെന്നും ഓഗസ്റ്റ് 20-നാണ് ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നും വരെ പിന്നീട് കിംവദന്തികൾ പരന്നു. പിന്നാലെയാണ് പ്രതികരണവുമായി സാനിയയുടെ പിതാവ് തന്നെ രംഗത്ത് വന്നത്. വിവാഹത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ സാനിയ മിർസയോ മുഹമ്മദ് ഷമിയോ ഔദ്യോഗികമായി പ്രതികരിക്കാതിരുന്നതും ഇത്തരം വാർത്തകൾ പ്രചരിക്കാൻ കാരണമായി. അതിനിടെ മുഹമ്മദ് ഷമിയും സാനിയ മിർസയും വിവാഹവേഷത്തിൽ ഇരിക്കുന്ന ചിത്രങ്ങൾ പ്രചരിക്കാനും തുടങ്ങി. എന്നാൽ ഇത് മോർഫ് ചെയ്ത ചിത്രങ്ങളാണെന്ന് പിന്നീട് വ്യക്തമായി. പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷുഹൈബ് മാലിക്കുമായി വേർപിരിഞ്ഞ സാനിയ മകനോടൊപ്പമാണ് താമസിക്കുന്നത്. ഇരുവരും ബന്ധം പിരിഞ്ഞത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു, വലിയ ചർച്ചയുമായിരുന്നു. ഇന്ത്യയുടെ ഏറെ ശ്രദ്ധേയയായ പ്രൊഫഷണൽ ടെന്നീസ് താരമാണ് സാനിയ മിർസ. 2010 ഏപ്രിലിൽ ഹൈദരാബാദിൽ വെച്ചായിരുന്നു സാനിയും ഷുഹൈബ് മാലിക്കും തമ്മിലുള്ള വിവാഹം. പിന്നീട് ഇരുവരും ദുബായിലേക്ക് താമസം മാറിയിരുന്നു. ഈ വർഷം ആദ്യമാണ് ഇരുവരും വിവാഹമോചിതരായ വിവരം അറിയിച്ചത്. 2018 ജനിച്ച ഇസാൻ ഇവരുടെ മകനാണ്. നിലവിൽ സാനിയയ്ക്കൊപ്പമാണ് ഇസാനുള്ളത്. പ്രസവശേഷവും ടെന്നീസ് കോർട്ടിലേക്ക് മടങ്ങിയെത്തിയ സാനിയ മിർസ 2023 ഫെബ്രുവരിയിലാണ് പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിച്ചത്. 20 വർഷം നീണ്ട ടെന്നീസ് കരിയറിൽ 43 ഡബിൾസ് കിരീടങ്ങൾ സാനിയ മിർസ നേടിയിട്ടുണ്ട്. സിംഗിൾസിൽ ഒരു തവണയും കിരീടം സ്വന്തമാക്കി. അടുത്തിടെ സാനിയ ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെട്ടിരുന്നു. താനിപ്പോൾ പരിവർത്തനത്തിൻ്റെ പാതയിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല ഒരു സ്ത്രീയായി തിരിച്ചെത്തും എന്ന് പ്രതീക്ഷിക്കുന്നതായും സാനിയ എക്സിൽ കുറിച്ചു. എന്തെങ്കിലും തെറ്റുകളും പോരായ്മകളും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നു. തൻ്റെ പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കുമെന്നും അനുഗ്രഹീതമായ പാതയിൽ തന്നെ നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താൻ ഭാഗ്യം ചെയ്തവളാണ്, എല്ലാവരോടും അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. തൻ്റെ ഈ യാത്ര തുടരുമ്പോൾ ദയവായി നിങ്ങളുടെ ചിന്തകളിലും പ്രാർത്ഥനകളിലും എന്നെ ഉൾപ്പെടുത്തുക. നല്ലൊരു വ്യക്തിയായി താൻ തിരിച്ചെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു സാനിയ മുൻപ് എക്സിൽ കുറിച്ചത്. അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ അവിഭാജ്യ ഘടകമായ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് ഷമി ഭാര്യ ഹസിൻ ജഹാനുമായി വേർപിരിഞ്ഞ് കഴിയുകയാണ്. 2014 മുഹമ്മദ് ഷമിയും ഹസിൻ ജഹാനും വിവാഹിതരാകുന്നത്. 2018 ഷമിക്കെതിരെ ഗാർഹിക പീഡന പരാതി ഉയർത്തി ഹസിൻ ജഹാൻ പോലീസിനെ സമീപിച്ചു. ഷമിക്കെതിരെ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചെങ്കിലും സെഷൻസ് കോടതിയിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് താരം സ്റ്റേ വാങ്ങി. 2018 മുതൽ ഇരുവരും പിരിഞ്ഞാണ് താമസിക്കുന്നത്. ഷമി നല്ല ക്രിക്കറ്റർ എന്നതുപോലെ നല്ല മനുഷ്യനായിരുന്നെങ്കിൽ തങ്ങൾക്ക് നല്ല ജീവിതം നയിക്കാനാവുമായിരുന്നു എന്നാണ് ഹസിൻ ജഹാൻ പറഞ്ഞിരുന്നത്. പണം ഉപയോഗിച്ച് തൻ്റെ തെറ്റുകൾ മറയ്ക്കാനാണ് ഷമി ശ്രമിക്കുന്നത് എന്നും അവർ ആരോപിച്ചിരുന്നു. ഇരുവർക്കും ഒരു മകളുമുണ്ട്. കഴിഞ്ഞ ഏകദിന ലോകകപ്പിനിടെ നടിയും രാഷ്ട്രീയ പ്രവർത്തകയുമായ പായൽ ഘോഷ് ഷമിയോട് വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നു. ഹസൻ ജഹാന്റെ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷമിക്ക് നേരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. 2023 ഏകദിന ലോകകപ്പിലാണ് ഷമി അവസാനമായി കളത്തിൽ ഇറങ്ങിയത്. കുതികാൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മുഹമ്മദ് ഷമി നിലവിൽ വിശ്രമത്തിലാണ്. പരിക്കിനെ തുടർന്ന് IPL-ഉം 2020 ലോകകപ്പും അടക്കം മുഹമ്മദ് ഷമിക്ക് നഷ്ടമായിരുന്നു.